നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഖദർ ഉപേക്ഷിച്ചാൽ ഭാവിയിൽ ഗാന്ധിയെയും ഉപേക്ഷിക്കുമെന്ന് മുൻ മന്ത്രിയും ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന ചെയർമാനുമായ VC കബീർ മാഷ് പറഞ്ഞു. ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന തലത്തിൽ ലഹരിക്കെതിരെ നടത്തുന്ന സിഗ്നേച്ചർ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കനത്ത മഴ തുടർച്ചയായി പെയ്യുന്നത് ജനങ്ങളിൽ ആശങ്ക ഉയർത്തുന്നു. ഞായറാഴ്ച തൊടുപുഴ മേഖലയിൽ ഇതുവരെ പെയ്തതിൽ ഏറ്റവും ശക്തമായ മഴയായിരുന്നു പെയ്തത്. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുതിർന്ന സ്വാതന്ത്ര്യ സമര സേനാനി മണിമല ഔസേഫ് ജോർജിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ച് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മാത്തമാറ്റിക്സ് ലാബിന്റെ ഉദ്ഘാടനം നടത്തി. ആന്റണി ജോൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സ്വാമി നിഖിലാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഭാഗവത മഹാത്മ്യ പാരായണത്തിന്റെ വേദിയിൽ DYSP PK സാബു പ്രഭാഷണം നടത്തി. വാർത്തകൾ വിശദമായി. ഖദർ ഉപേക്ഷിച്ചാൽ ഭാവിയിൽ ഗാന്ധിയെയും ഉപേക്ഷിക്കുമെന്നും 80കളിലെ മൂല്യ രാഷ്ട്രീയത്തിലേക്ക് തിരികെ പോകണമെന്നും മുൻ മന്ത്രിയും ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന ചെയർമാനുമായ VC കബീർ മാഷ് പറഞ്ഞു. ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന തലത്തിൽ ലഹരിക്കെതിരെ നടത്തുന്ന സിഗ്നേച്ചർ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP സിഗ്നേച്ചർ രേഖ ഏറ്റുവാങ്ങി. ജില്ലാ പ്രസിഡന്റ് PD ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഖദർ ഉപേക്ഷിച്ചാൽ ഭാവിയിൽ ഗാന്ധിയെയും ഉപേക്ഷിക്കുമെന്നും 80കളിലെ മൂല്യ രാഷ്ട്രീയത്തിലേക്ക് തിരികെ പോകണമെന്നും മുൻ മന്ത്രിയും ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന ചെയർമാനുമായ VC കബീർ മാഷ്. ഇന്നത്തെ തലമുറയുടെ ലഹരി ഉപയോഗം ഉദ്യോഗസ്ഥ ഭീതി കൊണ്ടും ഭരണാധികാരികളുടെ ശക്തമായ നിർദ്ദേശമില്ലാഞ്ഞിട്ടുമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന തലത്തിൽ ലഹരിക്കെതിരെ നടത്തുന്ന സിഗ്നേച്ചർ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധിജി 5 പ്രാവശ്യമായി 45 ദിവസം കേരളത്തിൽ 147 സ്ഥലങ്ങളിൽ പോയിരുന്നു. ആ സ്ഥലങ്ങളിലൂടെ ഞങ്ങൾ വയനാട് ഒഴികെ ബാക്കി 146 സ്ഥലങ്ങളിൽ പോയി. ഗാന്ധിജിയെ തൊട്ടവർ, ഗാന്ധിജി കേട്ടവർ, പ്രസംഗം കേട്ടവർ ഞങ്ങളുടെ അന്നത്തെ കണക്കിൽ 7 ആളെ, ബാക്കിയെല്ലാം മരിച്ചു. അതിൽ 5 ആളെ ഞങ്ങൾ കണ്ടു. അവർ വന്നിച്ചു, അവർ സ്വീകരിച്ചു. ഗാന്ധിജി പ്രസംഗിച്ച സ്ഥലങ്ങളിലൊക്കെ പോയി ഞങ്ങൾ പ്രസംഗിച്ചു. അത് ശിവഗിരിയിൽ വരെ ഞങ്ങൾ പോയി. കോട്ടയത്തെ പാലസ്, ബിഷപ്പ് പാലസിൽ പോയി. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോയി. വലിയൊരു സംഭവമായി. അവസാനം ഞങ്ങളെ യൂണിവേഴ്സിറ്റി കോളേജ് വെച്ച് SFIക്കാർ അടിക്കുകയും തള്ളിയിടുകയും ഒക്കെ ചെയ്ത് ഞങ്ങൾ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. അവർ വെറുതെ വിട്ടു. മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ച് നടന്നില്ല. ഗവർണർക്ക് കത്തയച്ചത് മുമ്പുള്ള ഗവർണർ അത് മറുപടി വന്നില്ല. അയാൾക്ക് സുഹൃത്തായിരുന്നു, ഞാൻ അറിയുന്ന ആളായിരുന്നു. കഴിഞ്ഞ പോയ ഗവർണർ അയാൾ ഫോൺ പോലും ചെയ്തു, എനിക്ക് തന്നില്ല. ഫോണിൽ പോലും സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ തുടങ്ങി അല്ലെന്നാണ് വലിയ സംഭവമാക്കി മഹാത്മാഗാന്ധിയുടെ സന്ദേശം ഞങ്ങൾ ശ്രമിച്ചു. ജില്ലാ പ്രസിഡന്റ് PD ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP സിഗ്നേച്ചർ രേഖ ഏറ്റുവാങ്ങി. ഈ ഓൺലൈൻ കാലഘട്ടത്തിൽ ഓൺലൈൻ വൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ ഇതിൻ്റെ കണ്ണികൾ അറുത്തുമാറ്റുന്നതിന് വലിയ പരിമിതിയുണ്ട്. എവിടെ നിന്നുമാണ് സംഗതികൾ വരുന്നത്, പ്രത്യേകിച്ച് മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എവിടെ നിന്ന് എത്തിച്ചേരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രതിസന്ധിയുണ്ട്. അപ്പോൾ അവനവൻ സ്വയം ബോധ്യപ്പെട്ടുകൊണ്ട് ഈ ഒരു രംഗത്ത് നിൽക്കുക എന്നുള്ളതാണ്. ലഹരി ഉപയോഗിക്കില്ല എന്ന് ഓരോ ആളുകളും സ്വയം തീരുമാനിക്കേണ്ട ഒരു സ്ഥിതിയാണ്. നമ്മൾ വർഷങ്ങളായി മദ്യവും മയക്കുമരുന്നും, അതിൽ മയക്കുമരുന്നിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ക്യാമ്പയിനിങ്ങിലേക്ക് പോയാൽ ഈ വിഷയത്തിൽ നമ്മൾ വിജയിക്കില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ മദ്യവും മയക്കുമരുന്നും ഇത് രണ്ടും ഒരേ തരത്തിൽ തന്നെ കൈകാര്യം ചെയ്തുകൊണ്ട് ലഹരി എന്നുള്ള ആ ഒരു സംജ അത് അതിൻ്റെതായ തലത്തിൽ പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിൽ ഓരോ ആളുകളെയും ഓരോ വ്യക്തികളെയും പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ സ്വയം അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. സംസ്ഥാന സമിതി അംഗം മനോജ് കോക്കാട്ട് ആമുഖ പ്രഭാഷണം നടത്തി. മുൻ DCC പ്രസിഡന്റ് ജോയി തോമസ്, KPCC നിർവാഹക സമിതി അംഗം AP ഉസ്മാൻ, INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് VP ജോർജ്, അഡ്വക്കേറ്റ് ജോർജ് ജോൺ, NI ബെന്നി, PS സെബാസ്റ്റ്യൻ, സണ്ണി മണർകാട്, PJ തോമസ്, KP റോയി, ഷെഫീഖ്, ഷാനു, എബി മുണ്ടക്കൻ, ശ്രീനിവാസൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. മദ്യക്കുമിളകളിളകും ചഷകം കൂട്ടിയിടിച്ച കൊലച്ചിരി ആപത്തിന്റെ മുഴക്കം കേൾപ്പൂ ലഹരി ദുരന്ത പിണരുകളാൽ
കോടകലക്കിയ പാട്ടയിരട്ടകൾ ചത്തു മലച്ചു തിളയ്ക്കുമ്പോൾ മാറ്റിയെടുത്തു വിരുന്നിന് നൽകാൻ രാജസമൂഹമൊരുങ്ങും. ലഹരി വിദഗ്ധ വിശാഖന്മാരുടെ വാക്കപ്പുലയുടെ മേത്തട്ടിൽ കീറി മുറിച്ച ചവത്തിലൊഴിക്കും നീര തുളുമ്പും പാത്രങ്ങൾ. കനത്ത മഴ തുടർച്ചയായി പെയ്യുന്നത് ജനങ്ങളിൽ ആശങ്ക ഉയർത്തുന്നു. 2018 സമാനമായ രീതിയിൽ മഴ പെയ്യുന്നതാണ് ആളുകളെ ഭയപ്പെടുത്തുന്നത്. ഞായറാഴ്ച തൊടുപുഴ മേഖലയിൽ ഇതുവരെ പെയ്തതിൽ ഏറ്റവും ശക്തമായ മഴയായിരുന്നു. 15.9 സെന്റിമീറ്റർ മഴയാണ് ലഭിച്ചത്. ജനുവരി മുതൽ ജൂലൈ വരെ മുൻ വർഷങ്ങളിൽ ലഭിച്ച മഴയുടെ അളവ് ഇങ്ങനെയാണ്. 2017 159 സെന്റിമീറ്റർ, 2018 289 സെന്റിമീറ്റർ, 2019 132 സെന്റിമീറ്റർ, 2020 180 സെന്റിമീറ്റർ, 2021 260 സെന്റിമീറ്റർ, 2022 280 സെന്റിമീറ്റർ, 2023 171 സെന്റിമീറ്റർ, 2024 194 സെന്റിമീറ്റർ, 2025 291 സെന്റിമീറ്റർ മഴയുമാണ് ലഭിച്ചത്. പെയ്ത മഴയുടെ രീതിയും അളവും മഹാപ്രളയമുണ്ടായ 2018 ഏകദേശം സമാനമായിരുന്നു എന്ന് പ്രൊഫസർ MT ജോൺ ചൂണ്ടിക്കാട്ടി. ഞാൻ തൊടുപുഴ ന്യൂമാൻ കോളേജിലെ രസതന്ത്ര വിഭാഗത്തിൽ നിന്നും 2015 വിരമിച്ച അധ്യാപകനാണ്. പേര് MT ജോൺ. തൊടുപുഴ താലൂക്കിൽപ്പെട്ട നെടിയശാലയിൽ താമസിക്കുന്നു. വിരമിച്ച ശേഷം 2017 മുതൽ കാലാവസ്ഥാ പഠനങ്ങളും നിരീക്ഷണങ്ങളും നടത്തിവരുന്നു. സ്വന്തമായി നിർമ്മിച്ച വളരെ ലളിതമായ മഴമാപിനി ഉപയോഗിച്ച് നെടിയശാലയിൽ ഓരോ ദിവസവും 24 മണിക്കൂറിൽ പെയ്യുന്ന മഴയുടെ അളവ് രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ജില്ലയിലെയും സംസ്ഥാനത്തെയും രാജ്യത്തെയും കാലാവസ്ഥയെപ്പറ്റി കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പുകൾ, നദികൾ, ഡാമുകൾ എന്നിവയിലെ ജലനിരപ്പ്, വെള്ളപ്പൊക്കം, വെള്ളക്കെട്ട്, മിന്നൽ പ്രളയം എന്നിവയും ശ്രദ്ധിക്കാറുണ്ട്. ഈ വർഷം മഴ ദിനങ്ങളും മഴയും വളരെ കൂടുതലാണെന്ന് എല്ലാവരും തന്നെ പറയുന്നുണ്ട്. ഇനി 2025 നോക്കാം. 1. വേനൽ മഴ 2018 കിട്ടിയതിനേക്കാൾ കൂടുതൽ കിട്ടി. 2. കാലവർഷം അതിശക്തം. ജൂണിൽ കൂടുതൽ മഴ പെയ്തു. ജൂലൈയിൽ 2018 കുറവാണ് മഴ, എങ്കിലും സാധാരണയിൽ പെയ്യുന്നതിനേക്കാൾ കൂടിയ മഴ കിട്ടി. ഇനി ഓഗസ്റ്റ് മാസം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ മഴ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ജനുവരി 1 മുതൽ ജൂലൈ 31 വരെ ഈ വർഷം 99 മഴ ദിനങ്ങൾ കിട്ടി. 291 സെൻറ്റിമീറ്റർ മഴ ലഭിക്കുകയുണ്ടായി. ഇപ്പോൾ 2018 92 മഴ ദിനങ്ങളും 289 സെൻറ്റിമീറ്റർ മഴയുമാണ്. ഈ വർഷം മഴ ദിനങ്ങൾ കൂടുതലുണ്ട്. 99 മഴ ദിനങ്ങളും അതുപോലെ മഴയുടെ അളവ് ഏകദേശം തുല്യമാണ്, 291 സെൻറ്റിമീറ്റർ. എൻ്റെ അനുമാനങ്ങൾ ഇതൊക്കെയാണ്. 1. ജനുവരി 1 മുതൽ ജൂലൈ 31 വരെ പെയ്ത അധിക മഴ മൂലം പ്രളയത്തിനുള്ള പശ്ചാത്തലം ഒരുങ്ങി നിൽക്കുന്നു. തോടുകൾ, പുഴകൾ എന്നിവ സജീവമാണ്. ഡാമുകളിൽ 75% ജലം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇടുക്കി ഡാം ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് കപ്പാസിറ്റിയുള്ള ഡാമാണ് കേരളത്തിൽ. ഇന്നത്തെ ഡാമിലെ ജലനിരപ്പ് രാവിലെ 2377 അടിയാണ്. അതായത് 71% ജലം ഇപ്പോൾ ഇടുക്കി ഡാമിലുണ്ട്. ഇനി രണ്ടാമത്തെ ഇത് ഓഗസ്റ്റിലെ മഴയുടെ സ്വഭാവം അനുസരിച്ചിരിക്കും പ്രളയ സാധ്യത. ജലപ്രളയം, ചുഴലിക്കാറ്റ്, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകരുതേ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇനി വേറെ 1-2 കാര്യം കൂടി പറയാനുള്ളത്, ഈ മഴ ദിനം എന്ന് പറഞ്ഞാൽ 0.25 സെൻറ്റിമീറ്റർ എങ്കിലും മഴ പെയ്യുന്ന ദിവസമാണ് മഴ ദിനം. ഇനി 1 മില്ലിമീറ്റർ മഴ ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ മീറ്റർ ഏരിയയിൽ 1 ലിറ്റർ വെള്ളം, മഴവെള്ളം നേരിട്ട് വീഴുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുതിർന്ന സ്വാതന്ത്ര്യ സമര സേനാനി മണിമല ഔസേഫ് ജോർജിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ച് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP.
പാർലമെന്റ് സമ്മേളനമായിരുന്നതിനാൽ MP-ക്ക് മണിമല ഔസേഫ് ജോർജിന്റെ മരണസമയത്ത് എത്താൻ കഴിഞ്ഞിരുന്നില്ല. കരിവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ AM ദിലീപ് കുമാറും MP-യോടൊപ്പം ഉണ്ടായിരുന്നു. NGO യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ കലാ സാംസ്കാരിക വേദിയായ കനൽ കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ ജില്ലാതല ചെസ് ക്യാരംസ് മത്സരങ്ങൾ നടത്തി. റോഡ് ബോൾ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗവുമായ PK രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് KK പ്രസവകുമാർ അധ്യക്ഷത വഹിച്ചു. കേരള NGO യൂണിയൻ സംസ്ഥാന ജീവനക്കാർക്കായി സംഘടിപ്പിക്കുന്ന 11ാമത് സംസ്ഥാന ചെസ് ക്യാരംസ് മത്സരങ്ങൾ ഓഗസ്റ്റ് 9 തൊടുപുഴയിൽ വെച്ച് നടക്കുകയാണ്. ഇതിനു മുന്നോടിയായാണ് NGO യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ കലാ സാംസ്കാരിക വേദിയായ കനൽ കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ ജില്ലാതല ചെസ് ക്യാരംസ് മത്സരങ്ങൾ നടത്തിയത്. റോൾ ബോൾ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗവുമായ PK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്പോർട്സ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക മേഖലയും കൂടിയാണ്. ഒരു വർഷം 4800 കോടി രൂപയുടെ സ്പോർട്സ് എക്കണോമി ഇന്ന് കേരളത്തിലുണ്ട്. അത് ഫുട്ബോളായിട്ടും ക്രിക്കറ്റായിട്ടും വോളിബോളായിട്ടും കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള 47ഓളം കായിക സംഘടനകളുടെ കായിക ഇനങ്ങളിൽ അതിനുവേണ്ടി ചെലവാക്കുന്നതും വരുമാനം ലഭിക്കുന്നതുമായ ആ എക്കണോമി എന്ന് പറയുന്നത് 4200 കോടിയാണ്. അതിനകത്ത് സ്റ്റേഡിയം പണിയുന്നുണ്ടാവാം, ട്രാക്ക് പണിയുന്നുണ്ടാവാം, കുട്ടികൾക്ക് അവരുടെ എക്യുപ്മെൻറ്റ്സ് കൊടുക്കുന്നുണ്ടാവാം, അതോടൊപ്പം തന്നെ കുട്ടികളെ മത്സരത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ എക്സ്പെൻസ് ഉണ്ടാവാം, സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുന്ന പണമുണ്ട്, സർക്കാരിൻ്റെ തന്നെ ഏതാണ്ട് 600ഓളം കോടി രൂപയുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് അതിനകത്തുണ്ട്. അങ്ങനെ വ്യത്യസ്ത ഇനങ്ങളിലായി കേരളത്തിൽ 4300 കോടിയിലധികം ഫണ്ട് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു. അത് എത്ര പേർക്ക് അതിന് ഗുണം കിട്ടുന്നു എന്ന് ചോദിച്ചാൽ അതിന് വേണ്ടി പുറകെ നിൽക്കുന്ന രക്ഷകർത്താക്കൾ ഒപ്പം നിൽക്കുന്ന കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ അതിനു വേണ്ടിയുള്ള ഗുണം കിട്ടുക. പിന്നെ എന്താണ് സ്പോർട്സിൻ്റെ മറ്റൊരു കാര്യം? സ്പോർട്സിൽ ഒരു സ്റ്റേറ്റ് നാഷണൽ ലെവലിൽ പോയിട്ടുള്ള കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ കുട്ടികൾ ഒരു കോച്ചിൻ്റെ കീഴിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവരാരെങ്കിലും ഒരു മയക്കുമരുന്നിനോ ലഹരിക്കോ അടിമപ്പെട്ടതായി നമ്മളാരെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മളാരും കേട്ടിട്ടില്ല. വളരെ അപൂർവമായ ഒരു 0.01% എങ്ങാനും കേട്ടിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ കേൾക്കാറില്ല. അവരുടെ ആരോഗ്യം, അവരുടെ മാനസികപരമായ വളർച്ച, അവരുടെ വിദ്യാഭ്യാസം, ഈ കാര്യങ്ങളിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായി ഗവൺമെൻറ് പറയുന്ന സ്പോർട്സ് ഇംപ്ലിമെൻ്റ് ചെയ്താൽ ഒരു കുട്ടികളും ലഹരിക്ക് അടിമപ്പെടുകയില്ല. ജില്ലാ പ്രസിഡന്റ് KK പ്രസവകുമാർ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM ഹാജറ ആശംസകൾ നേർന്നു. ജില്ലാ സെക്രട്ടറി CS മഹേഷ് സ്വാഗതവും കനൽ കലാവേദി കൺവീനർ സജിമോൻ T മാത്യു നന്ദിയും രേഖപ്പെടുത്തി. ചെസ് മത്സരത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ അനൂപിജി 1ാം സ്ഥാനവും ജില്ലാ TB സെന്ററിലെ നിഖിൽ PG 2ാം സ്ഥാനവും പീരുമേട് MRSലെ സന്ദേശ് ഭാസ്കരൻ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ക്യാരംസ് മത്സരത്തിൽ മുൻസിഫ് കോടതി ഇടുക്കിയിലെ സനു P അമ്പിയും സജിത് കുമാർ S ഉം 1ാം സ്ഥാനവും ഷിബു N കബീർ KB എന്നിവർ 2ാം സ്ഥാനവും ബിനോയ് നൌഫൽ എന്നിവർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മാത്തമാറ്റിക്സ് ലാബിന്റെ ഉദ്ഘാടനം നടത്തി. ആന്റണി ജോൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ബാബു കൈപ്പള്ളി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പൗലോസ് PO, സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബിന്ദു വർഗീസ് ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു. കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മാത്തമാറ്റിക്സ് ലാബിന്റെ ഉദ്ഘാടനം നടത്തി. 30 കമ്പ്യൂട്ടറുകളുള്ള പുതിയ ലാബിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. സ്കൂൾ മാനേജർ ബാബു കൈപ്പള്ളി അധ്യക്ഷത വഹിച്ചു. താലൂക്കിൽ നിന്ന് പുറത്തു നിന്നുള്ള കുട്ടികൾ പോലും മാർബേസിൽ സ്കൂളിൽ അഡ്മിഷൻ നേടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വരികയാണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളിനുള്ളൊരു സ്വീകാര്യതയാണ്. നീണ്ട 90 വർഷക്കാലത്തെ മഹത്തായ പ്രവർത്തന പാരമ്പര്യമുള്ള ഈ ഒരു വിദ്യാലയം ആ നിലയിൽ എല്ലാ മേഖലയിൽ നിന്നുമുള്ള ആളുകൾക്ക് വലിയ തോതിൽ ഈ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പഠിക്കണമെന്ന് തങ്ങളുടെ കുട്ടികളെ ഇവിടെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ നിലയിലുള്ള വലിയ ഒരു കാലത്തും ഇല്ലാത്ത മുൻവർഷങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു പ്രവണതയാണ് ഈ വർഷം കണ്ടിട്ടുള്ളത്. ഇപ്പോൾ MLA എന്നുള്ള നിലയിൽ ഞങ്ങളെപ്പോലുള്ള ഇപ്പോൾ MLA ആണെങ്കിലും MP ആണെങ്കിലും മറ്റാരാണെങ്കിലും ഞങ്ങൾക്ക് 1-2 സീറ്റൊക്കെ തരും മാനേജ്മെൻറ്റ് കോട്ടയിൽ. പക്ഷേ ഇവിടെ സ്കൂൾ മാനേജരും മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഉള്ളവരുമൊക്കെ അനുഭവിക്കുന്ന ഒരു സമ്മർദ്ദം
നിരവധിയായിട്ടുള്ള ആളുകൾ മാർബേഷ്യൻ സ്കൂളിൽ അഡ്മിഷൻ നേടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ അടുത്ത് വരുന്ന രക്ഷിതാക്കളോട് എല്ലാവർക്കും കത്ത് കൊടുക്കും, സൈൻ ചെയ്തും ഒക്കെ കൊടുക്കും. പക്ഷേ എത്ര പേർക്ക് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയുകയില്ല. മാർത്തോമ ചെറിയപള്ളി ട്രസ്റ്റിമാരായ കെ ജോസഫ്, എ ബി വർഗീസ്, ബെസേലിയോസ് ഹോസ്പിറ്റൽ സെക്രട്ടറി സലീം ചെറിയാൻ, എംബിക്സ് എഞ്ചിനീയറിംഗ് കോളേജ് സെക്രട്ടറി ബിനോയ് തോമസ്, സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബിന്ദു വർഗീസ്, PTA പ്രസിഡന്റ് സനീഷ് S എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പൗലോസ് PO സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഷിബി കുര്യൻ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സ്വാമി നിഖിലാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഭാഗവത മഹാത്മ്യ പാരായണത്തിന്റെ വേദിയിൽ DYSP PK സാബു പ്രഭാഷണം നടത്തി. ക്ഷേത്രത്തിലെത്തിയ അദ്ദേഹത്തെ ഉപദേശക സമിതി ചെയർമാൻ ഷോളണയിച്ച് സ്വീകരിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സ്വാമി നിഖിലാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഭാഗവത മാഹാത്മ്യ പാരായണത്തിന്റെ വേദിയിൽ DYSP K ബാബു പ്രഭാഷണം നടത്തി. ഭാഗവത പാരായണവും ഈശ്വരചിന്തയും നേർവഴിക്ക് നയിക്കുവാനുള്ള ഉദ്ബോധനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഈശ്വരചിന്ത യുവതലമുറയെ ലഹരിയിൽ നിന്ന് അകറ്റാൻ കഴിയും. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാളയമർദ്ദനം വികാരങ്ങളിൽ നിന്നുള്ള മോചനപ്പെടലാണ് എന്ന് പറഞ്ഞു. ക്ഷേത്രത്തിലെത്തിയ അദ്ദേഹത്തെ ഉപദേശക സമിതി ചെയർമാൻ ഷാളണിയിച്ച് സ്വീകരിച്ചു. അപ്പൊ ഇത്തരം സംസ്കാരം നമുക്കുള്ളത് അവരിലേക്ക് പകർന്നു കൊടുക്കാനുള്ള, അവരുടെ മനസ്സിന്റെ ഉള്ളറകളിലേക്ക് എത്തിക്കാനുള്ള ഒരു കടമ നമുക്കുണ്ട്. ആ കടമ അറിഞ്ഞ് നാം പ്രവർത്തിക്കുക. നാം മാത്രം ഭഗവത് ഭക്തിയിൽ മുഴുകിയാൽ പോരാ, അവരെയും കൂടി അറിയിക്കുക. നാം തന്നെ, നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവമുണ്ട്, മനസ്സിൻ്റെ ഉള്ളിൽ ദൈവമുണ്ട് എന്നുള്ള കാര്യം നാം അവരെ ബോധ്യമാക്കുക. നമ്മുടെ സൽക്കർമ്മങ്ങളിലൂടെ നാം ദൈവികമായ പദവിയിലേക്ക് എത്തും, ദൈവികമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിയുമെന്നുള്ള കാര്യം അവരെ ബോധ്യപ്പെടുത്താൻ നാം ശ്രമിക്കുക. ഇത്തരം കഥകൾ ഞാനിപ്പോൾ ഇന്ന് പോരുമ്പോൾ പെട്ടെന്ന് ഞാൻ കുട്ടികൾക്കായി മേടിച്ച ഭാഗവതം എടുത്തോണ്ടാണ്. പക്ഷേ എനിക്ക് വായിക്കാൻ തോന്നിയിട്ടില്ല. വലിയ ഭാഗവതമുണ്ട്, കുട്ടികൾക്കായിട്ട് ഇത് പരിചയപ്പെടുത്താനുള്ള ഭാഗവതം എടുത്തോണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പം നമ്മൾ ദൈവവിശ്വാസമുള്ളവരായി നമ്മുടെ തലമുറയെ വാർത്തെടുക്കാൻ കുട്ടിക്കാലത്തെ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ കുട്ടികളെ ക്ഷേത്ര കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മൾ സ്കൂളിൽ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ അവരെ കൈപിടിച്ച് കൊണ്ടുപോകണം. ആ ചന്ദ്രനൊക്കെ ഒന്ന് നമ്മൾ തൊടിപ്പിച്ച് കൊടുക്കണം. ഞാൻ ഇന്നലെ നവോദയ സ്കൂളിൽ വലിയൊരു പരിപാടി ചെയ്തു. അപ്പോൾ അവിടുത്തെ കുട്ടികൾ ചെന്നപ്പോൾ തന്നെ എന്നെ ചന്ദ്രൻ തൊഴിച്ച് ഭയങ്കര ഇഷ്ടം തോന്നി. കാരണം ആ ദൈവികമായ ഒരു പ്രാർത്ഥനയോടുകൂടി എല്ലാ കാര്യങ്ങളും തുടങ്ങുക എന്നുള്ള ഒരു ആചാരം, ഒരു സംസ്കാരം നമുക്ക് ഇതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾ കഴിയില്ല. ക്ഷേത്ര മാനേജർ B ഇന്ദിര, ഉപദേശക സമിതി അംഗം CC കൃഷ്ണൻ, KR വേണു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. KCYM കോതമംഗല രൂപതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള യുവജന സംഗമം പള്ളിമുറ്റം തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാത ഇടവകയിൽ സംഘടിപ്പിച്ചു. രൂപതാ ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ വള്ളോപ്പിള്ളിൽ, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ആന്റണി വിളയപ്പിള്ളിൽ, പള്ളി വികാരി ഫാദർ തോമസ് വിലങ്ങുപാറയിൽ, ആനിമേറ്റർ സിസ്റ്റർ മരിയ FCC തുടങ്ങിയവർ സന്ദേശം നൽകി. KCYM യൂണിറ്റ് പ്രസിഡന്റ് ജോണി ജോയ് താഴത്തെടുത്ത്, സെക്രട്ടറി ശ്രേയ പ്രകാശ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ പഠിക്കുന്ന വിവരം കൂടി നമ്മളൊന്ന് അറിയണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് നമ്മുടെ ഇടവയിൽ ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണമല്ലോ. കാരണം നമുക്ക് നമ്മളേ ഉള്ളൂ പല കാര്യങ്ങൾക്ക് വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ശൈലി നമുക്ക് ഉണ്ടാകണമെന്നുള്ളത്, അതുകൊണ്ട് നമ്മൾ പരസ്പരം പരിചയപ്പെടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് നിങ്ങൾ ഇനി ഈ സമയങ്ങളിൽ നമ്മൾ ചെറിയ ഗ്രൂപ്പൊക്കെ ആയിട്ടൊക്കെ തിരിച്ച് ചെറിയ ചർച്ചകളിലേക്കൊക്കെ പോകുമ്പോൾ കൂടുതൽ പരിചയപ്പെടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഓരോരുത്തരെ കുറിച്ചും ഒക്കെ. അത് സൗഹൃദങ്ങളിലൂടെയാണ് നമ്മൾ വളരുക. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുക. അതുകൊണ്ട് പള്ളിമുറ്റത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ നമ്മുടെ ഇടവകാംഗങ്ങളായ യുവജനങ്ങളെ നമ്മളൊന്ന് പരിചയപ്പെടുക. പിന്നെ അതുപോലെ തന്നെ ഇനി പള്ളിമുറ്റത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ക്ലാസ് എടുത്ത് നിങ്ങളെ മുഷിപ്പിക്കില്ല ഉള്ള കാര്യം പറയാതെ. ഞങ്ങൾ അച്ഛന്മാർ പലരും വരുവിടെ ആരും ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ക്ലാസ് എടുത്ത് നിങ്ങൾ ഇഷ്ടംപോലെ കേട്ടിട്ടില്ല. പക്ഷെ നമ്മുടെ ഉദ്ദേശം ഇതാണ്, നമുക്ക് ഒരുമിച്ച് കുറേ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഈ പള്ളിയുടെയൊക്കെ പുരോഗമനം, പള്ളിയുടെയൊക്കെ വളർച്ച, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മയുടെ വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ കാരണവന്മാരുടെ ആലോചനകൾ, കൂടിച്ചേരലുകൾ, അവിടെ ചർച്ചകൾ, അതിൻ്റെയൊക്കെ റിസൾട്ടാണ് ഈ പറഞ്ഞ ഈ സഭ, നമ്മുടെ കൂട്ടായ്മ എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരാനായിട്ട് നമ്മൾ ഇനി ഞാനും നിങ്ങളുമൊക്കെയാണ് അടുത്ത തലമുറ അല്ലേ? ഇതെല്ലാം കൈ സൂക്ഷിക്കുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ. നമ്മൾ വേദപാഠ ക്ലാസ്സിൽ നിങ്ങൾ വേദം കഴിഞ്ഞവരാണ്. വേദ ക്ലാസ്സിൽ പറയാറില്ലേ FCC സഭാംഗമായ സിസ്റ്റർ ബെറ്റ്സി അടപ്പൂരിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷം കലയന്താനിയിൽ നടന്നു. സെന്റ് മേരീസ് പള്ളിയിൽ സമൂഹ ബലിയും തുടർന്ന് അനുമോദന സമ്മേളനവും സംഘടിപ്പിച്ചു. ദീപിക സർക്കുലേഷൻ മാനേജർ ഫാദർ ജിനോ പുന്നമറ്റം സന്ദേശം നൽകി.
പൊതുസമ്മേളനത്തിൽ ഫാദർ ജോസഫ് അടപ്പൂർ, ഫാദർ ജോർജ് താനത്തുപറമ്പിൽ, FCC പ്രൊവിൻഷ്യൽ കൗൺസിലർ സിസ്റ്റർ ആന്റോ, കലേന്താനി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുലിമലയിൽ, സിസ്റ്റർ ജോവിയറ്റ്, ജോപി സെബാസ്റ്റ്യൻ, ആൻസ് മാത്യു ചേറ്റൂർ തുടങ്ങിയവർ സംസാരിച്ചു. FCC സഭാംഗമായ സിസ്റ്റർ ബെറ്റ്സി അടപ്പൂരിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷം കലേന്താനിയിൽ നടന്നു. സെന്റ് മേരീസ് പള്ളിയിൽ സമൂഹ ബലിയും തുടർന്ന് അനുമോദന സമ്മേളനവും നടന്നു. ദീപിക സർക്കുലേഷൻ മാനേജർ ഫാദർ ജിനോ പുന്നമറ്റം സന്ദേശം നൽകി. ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ സംഘർഷത്തിലൂടെ കടന്നുപോയത് ആരെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഈ ദേവാലയത്തിലിരിക്കുന്ന സന്യാസിനികളൊക്കെ ആയിരിക്കും. കാരണം ഞങ്ങളുടെയൊക്കെ ജീവിതം ഇതുപോലെ ഭാരതത്തിൻ്റെ മണ്ണിൽ വെറുക്കപ്പെട്ടതും അറക്കപ്പെട്ടതുമായി മാറുമ്പോൾ ഏതൊരു രീതിയിലായിരിക്കും ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ മുൻപോട്ട് പോകേണ്ടത് എന്ന ഒരാശങ്ക തീർച്ചയായിട്ടും ഇവിടെയുള്ള എല്ലാ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും ഉണ്ടാകും. കേരളത്തിൽ അത് അത്രയൊന്നും അങ്ങോട്ട് ആഞ്ഞടിക്കുന്നില്ലെങ്കിലും അതിൻ്റെ അപ്പുറത്ത് സോഷ്യൽ മീഡിയകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെടുന്നതും അവഹേളിക്കപ്പെടുന്നതും ആരെന്ന് ചോദിച്ചാൽ ഒന്നാം സ്ഥാനം ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും, പിന്നെ വേണമെങ്കിൽ അച്ഛന്മാരും തൊട്ടടുത്ത് നിൽക്കട്ടെ. ആ ഒരു രീതിയിലാണല്ലോ ഇന്നത്തെ ഒരു കടന്നുപോക്ക്. പക്ഷെ എന്നിരുന്നാലും ഒരു മടിയും കൂടാതെ വളരെ കൂളായിട്ട് ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഈ സിസ്റ്റം ശ്രദ്ധിച്ചു ഒന്ന് നോക്കി, ഈ പ്രത്യേകിച്ച് ബെറ്റ്സി അമ്മേനെ ഫ്രണ്ടിൽ വന്ന് പൂവൊക്കെ കുത്തി ഇങ്ങനെ ഇരിക്കുവാണല്ലോ. യാതൊരുവിധ ഒരു കുലുക്കോ ഇല്ലാതെ എന്തോ ഒരു ചെറു പുഞ്ചിരിയോടുകൂടെ ഇങ്ങനെ കൂളായിട്ട് നിൽക്കുകയാണ്. ഞാൻ ഈ സിസ്റ്റർ ആര് എന്താന്നൊക്കെ ഉള്ളത് അച്ഛന്മാരോടും ഇവിടെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ജീവിതത്തിൻ്റെ വ്യത്യസ്ത വഴികളിലൂടെ കടന്നു പോകുമ്പോഴും വെല്ലുവിളികളെ ഒരു ഭയവുമില്ലാതെ സന്യാസ ജീവിതത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളെയും ഭംഗിയോടുകൂടെ നിറവേറ്റി നിൽക്കുന്ന ഈ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ മുമ്പിൽ ഇതെനിക്ക് തോന്നുന്നു ഈ അടപ്പൂര് കുടുംബം നൽകുന്ന ഏറ്റവും വലിയ ആദരവും സ്നേഹവുമാണ് ഈ ഒരു ജൂബിലി. അത് സിസ്റ്ററിന് വേണ്ടി മാത്രമുള്ളതൊന്നുമല്ല. അത് സിസ്റ്ററിന് വേണ്ടി മാത്രമുള്ളതാണെന്ന് സിസ്റ്റർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ ഒന്നും എടുത്തു മാറ്റുകയാണ്. അത് മറ്റൊന്നും കൊണ്ടുമല്ല, അത് കേരളത്തിലെ അല്ലെങ്കിൽ കത്തോലിക്ക സഭയിലെ സകല സന്യാസിനിമാരോടുമുള്ള ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും അടയാളമായിട്ട് കൂടിയായി ഇന്ന് ഈ കുടുംബം അതിനെ ഏറ്റെടുക്കുക. പൊതുസമ്മേളനത്തിൽ ഫാദർ ജോസഫ് അടപ്പൂർ, ഫാദർ ജോർജ് താനത്തുപറമ്പിൽ, FCC പ്രൊവിൻഷ്യൽ കൗൺസിലർ സിസ്റ്റർ ആന്റോ, കലേന്താനി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുലിമലയിൽ, സിസ്റ്റർ ജോവിയറ്റ്, ജോപി സെബാസ്റ്റ്യൻ, ആൻസ് മാത്യു ചേറ്റൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ബെറ്റ്സിയുടെ ജീവിതത്തിലെ ഓരോരോ ഘട്ടങ്ങളിലും ആ സഭാ സമൂഹം കൊടുത്തുകൊണ്ടിരിക്കുന്ന അംഗീകാരത്തിന് കാരണം പ്രൊവിൻഷ്യൽ കൗൺസിലറായി, ജനറേറ്റ് കൗൺസിലറായി, ഒരു പ്രാവശ്യം പ്രൊവിൻഷ്യലായി, ഇപ്പോൾ രണ്ടാമത് വീണ്ടും പ്രൊവിൻഷ്യലായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വേറെ സിസ്റ്റേഴ്സ് ആരും ആ സന്യാസ സമൂഹത്തിൽ ഇല്ലാത്തത് കൊണ്ടല്ല, ആ സന്യാസ സമൂഹത്തിന് ഈ സഹോദരിയുടെ സാന്നിധ്യവും നേതൃത്വവും വളരെ പ്രചോദനകരമാകുമെന്നും അത് ഒത്തിരിയേറെ ഉയർച്ചയ്ക്ക് കാരണമാകുമെന്നും തിരിച്ചറിഞ്ഞുകൊണ്ടും ആ നേതൃപാടവത്വവും സേവന മനസ്ഥിതിയും എളിമഭാവവും തിരിച്ചറിഞ്ഞുകൊണ്ടുമാണ് ഇങ്ങനെയൊരു തീരുമാനം ആ സഭാ സമൂഹത്തിലെ മറ്റ് അംഗങ്ങൾ എടുക്കാൻ കാരണമെന്ന് ഞാൻ തിരിച്ചറിയുക. സിസ്റ്റർ ബെറ്റ്സി നന്ദി പറഞ്ഞു. അടപ്പൂര് മാത്യു മേരി ദമ്പതികളുടെ മകളായി 1957 ജൂലൈ 6 ജനനം. വെട്ടിമറ്റം LP സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസവും കലേന്താനി സെന്റ് ജോർജസ് ഹൈസ്കൂളിൽ നിന്നും ഹൈസ്കൂൾ വിദ്യാഭ്യാസവും പൂർത്തിയാക്കി. 1974 മൂവാറ്റുപുഴ വാഴപ്പിള്ളിയിൽ FCC സഭയിൽ ചേർന്നു. 1976 മെയ് 4 ആദ്യവ്രത വാഗ്ദാനവും 1985 മെയ് 1 നിത്യവ്രത വാഗ്ദാനവും നടത്തി. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും കൊട്ടിയം ഹോളിക്രോസ് ഹോസ്പിറ്റലിൽ നിന്നും 1ാം റാങ്കോടെ നഴ്സിംഗും പാസ്സായി. പിന്നീട് മാംഗ്ലൂർ ഫാദർ മുള്ളേഴ്സ് കോളേജ് ഓഫ് നഴ്സിംഗിൽ നിന്നും ഡിസ്റ്റിങ്ഷനോടെ BSc നഴ്സിംഗ് പാസ്സായി. തൊടുപുഴ മൗണ്ട് സിനായ് ഹോസ്പിറ്റലിൽ സേവനം ചെയ്തു. 1987 മുതൽ 95 വരെ ആന്ധ്രാപ്രദേശിലെ ജീവദ ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേറ്ററായി പ്രവർത്തിച്ചു. പ്രൊവിൻഷ്യൽ കൗൺസിലർ, പ്രൊവിൻഷ്യൽ സുപ്പീരിയർ, ജനറൽ കൗൺസിലർ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു. ഈ സന്തോഷദിനം ഏറ്റവും അനുഗ്രഹപ്രദമാക്കി തീർത്തത് ഇവിടെ ഇന്ന് വിശുദ്ധ ബലി അർപ്പിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അനുഗ്രഹിക്കുവാനുമായി കടന്നു വന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വൈദികരുടെയും സാന്നിധ്യമാണ്. ഈ ജൂബിലി സെലിബ്രേഷൻ ഏറ്റവും സിമ്പിളായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷത്തിൻ്റെ, നന്ദിയുടെ ഒരാഘോഷമാണെന്ന് പറഞ്ഞ് ഈ ദിവസത്തെ എല്ലാ പരിപാടികളും ഇത്ര മനോഹരവും അനുഗ്രഹപ്രദവുമാക്കിയതിൻ്റെ പിന്നിലുള്ള കരങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെയും സഹോദരങ്ങളുടേതുമാണ്. ഒരിക്കൽ കൂടി നല്ല ദൈവത്തിന് നന്ദി. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാകുന്നു. ഇന്നത്തെ പരിപാടികളിൽ പങ്കുചേർന്ന, അനുഗ്രഹിച്ച, പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. എല്ലാം താ
ഇതൊന്നും എൻ്റേതല്ല, എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. താങ്ക് യു വെരി മച്ച്. ന്യൂസ് ബ്യൂറോ, കലയന്താനി. നവ്യ ബേക്കേഴ്സ് ഇനി തൊടുപുഴയിലും. ഓഗസ്റ്റ് 5 ചൊവ്വാഴ്ച നവ്യ ബേക്കേഴ്സിന്റെ 54ാമത് ഔട്ട്ലെറ്റ് തൊടുപുഴ വെള്ളരിങ്ങാട്ട് ടവറിൽ പ്രവർത്തനം ആരംഭിക്കും. അമ്പലം ബൈപ്പാസ് ജംഗ്ഷനിൽ മുൻപ് ഹലോ കിഡ്സ് പ്രവർത്തിച്ചിരുന്ന സ്ഥലത്താണ് നവ്യയുടെ ഔട്ട്ലെറ്റ് പ്രവർത്തനം തുടങ്ങുന്നത്. രാവിലെ 10 തൊടുപുഴ ഫൊറോന പള്ളി വികാരി ഫാദർ ജോസ് പൊതൂർ ആശീർവാദം നിർവഹിക്കും. 10:30 PG ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിക്കും. ആദ്യ വിൽപ്പന മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് നിർവഹിക്കും. നവ്യ ബേക്കേഴ്സിന് തൊടുപുഴയിലും. ഓഗസ്റ്റ് 5 ചൊവ്വാഴ്ച നവ്യ ബേക്കേഴ്സിന്റെ 54ാമത് ഔട്ട്ലെറ്റ് തൊടുപുഴ വെള്ളരിങ്ങാട്ട് ടവറിൽ പ്രവർത്തനം ആരംഭിക്കും. അമ്പലം ബൈപ്പാസ് ജംഗ്ഷനിൽ മുൻപ് ഹലോ കിഡ്സ് പ്രവർത്തിച്ചിരുന്ന സ്ഥലത്താണ് നവ്യയുടെ ഔട്ട്ലെറ്റ് പ്രവർത്തനം തുടങ്ങുന്നത്. രാവിലെ 10 തൊടുപുഴ ഫൊറോന പള്ളി വികാരി ഫാദർ ജോസ് പൊതൂർ ആശീർവാദം നിർവഹിക്കും. 10:30 PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിക്കും. ആദ്യ വിൽപ്പന മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് നിർവഹിക്കും. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണി, വാർഡ് കൗൺസിലർ ജയലക്ഷ്മി ഗോപൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് ഫൈസൽ, മുൻ മുനിസിപ്പൽ ചെയർമാൻ AM ഹാരിദ്, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ തുടങ്ങിയവർ പങ്കെടുക്കും. നവ്യ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ബിജു ജോസഫ് ചക്കിയത്ത് സ്വാഗതവും ഇലഞ്ഞിക്കൽ വെഞ്ചേഴ്സ് ഡയറക്ടർ സാജൻ ഇലഞ്ഞിക്കൽ നന്ദിയും പറയും. 40 വർഷത്തിലേറെ പഴക്കമുള്ള നവ്യ ബേക്സ് പ്രീമിയം ബേക്കറി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. പ്രിസർവേറ്റീവുകളോ ട്രാൻസ് ഫാറ്റുകളോ ഉപയോഗിക്കുന്നില്ല എന്നും പ്രകൃതിദത്ത നിറങ്ങളും രുചികളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മാനേജിംഗ് ഡയറക്ടർ ബിജു ചക്കിയത്ത് പറഞ്ഞു. നവ്യ ബേക്കറിയുടെ 54ാമത്തെ ഔട്ട്ലെറ്റ് 5-ാം തീയതി ചൊവ്വാഴ്ച 10:30 ബഹുമാനപ്പെട്ട PJ ജോസഫ് MLA അവരുകളാണ് ഉദ്ഘാടനം ചെയ്ത് തൊടുപുഴയ്ക്കായി സമർപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നവ്യയുടെ ഒത്തിരിയേറെ കസ്റ്റമേഴ്സ് തൊടുപുഴയിലുണ്ട്. കസ്റ്റമേഴ്സും പുതിയ കസ്റ്റമേഴ്സും ധാരാളം തൊടുപുഴയിലുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും വരിക, സഹകരിക്കുക. ആരാധ്യനായ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് അവറുകളും മറ്റ് വിശിഷ്ട വ്യക്തികളുടെയും സാന്നിധ്യമുണ്ട്. തീർച്ചയായിട്ടും തൊടുപുഴയിലെ നല്ലവരായ എല്ലാ നാട്ടുകാരെയും ഞങ്ങൾ ഈ ഉദ്ഘാടന കർമ്മത്തിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. ബിസ്ക്കറ്റുകൾ, ഹൽവകൾ, പബ്സ്, റോളുകൾ, ബർഗറുകൾ, സാൻഡ്വിച്ചുകൾ തുടങ്ങിയ ലഘുഭക്ഷണങ്ങൾ ഉൾപ്പെടെ 600-ലേറെ വ്യത്യസ്ത ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നവ്യ ഉൽപ്പാദിപ്പിക്കുന്നു. ആരോഗ്യ സംരക്ഷണം ശ്രദ്ധിക്കുന്ന ഉപഭോക്താക്കൾക്കായി ലഡു, നെയ്യപ്പം, ആവിയിൽ വേവിച്ച ലഘുഭക്ഷണങ്ങൾ തുടങ്ങിയവയും ലഭ്യമാണ്. നെയ്യും വെണ്ണയും വേർതിരിക്കാത്ത യഥാർത്ഥ പശുവിൻ പാലും നവ്യ ഔട്ട്ലെറ്റുകളിൽ ലഭ്യമാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ATS സ്പോർട്സ് മുട്ടത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം തെങ്ങുംപിള്ളിൽ ബിൽഡിംഗിൽ ATS സ്പോർട്സിന്റെ ഉദ്ഘാടനം മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി ദേവസ്യ നിർവഹിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബിജു സി ശങ്കർ ആദ്യ വിൽപ്പന നിർവഹിച്ചു. മുട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സാം ക്രിസ്റ്റി ഡാനിയൽ, വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് അരുൺ ചെറിയാൻ, തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ, ജനറൽ സെക്രട്ടറി CK നവാസ്, സോജൻ തെങ്ങുംപിള്ളിൽ തുടങ്ങിയവർ പങ്കെടുത്തു.
എംബിറ്റ്സ് പോളിടെക്നിക് കോളേജിൽ 3ാമത് ബാച്ചിന്റെ ഇൻഡക്ഷൻ സംഘടിപ്പിച്ചു. കോളേജ് ചെയർമാൻ മാത്യു കുന്നശ്ശേരിയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചലച്ചിത്ര നടനും തിരക്കഥാകൃത്തും സംസ്ഥാന അവാർഡ് ജേതാവുമായ ആദർശ് സുകുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കോതമംഗലം നെല്ലിമറ്റം എംബിറ്റ്സ് പോളിടെക്നിക് കോളേജിലെ 3ാമത് ബാച്ച് വിദ്യാർത്ഥികളുടെ ഇൻഡക്ഷൻ സംഘടിപ്പിച്ചു. കോളേജ് ചെയർമാൻ മാത്യു കുന്നശ്ശേരിയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചലച്ചിത്ര നടനും തിരക്കഥാകൃത്തും സംസ്ഥാന അവാർഡ് ജേതാവുമായ ആദർശ് സുകുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ വാർത്ത ഡയലോഗ്സ് ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ അദ്ദേഹം പൊളിറ്റിക്സിലേക്കും അതുപോലെ തന്നെ ലൈവായിട്ടുള്ള അദ്ദേഹത്തിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആണ്. വളരെ താഴ്ന്ന പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം. സുരേഷ് ഏട്ടൻ ഇന്നിവിടെ നമ്മുടെ ഈ പ്രോഗ്രാമിന് ഗസ്റ്റായിട്ട് അതിഥിയായിട്ട് വന്നാൽ അദ്ദേഹത്തിന് എന്തായാലും നിങ്ങളോട് പറയാനുണ്ടാവുക നമുക്ക് നോക്കാം. ഓക്കെ, സുരേഷ് ഏട്ടൻ ലൈവായിട്ടുള്ള വോയിസ് കേൾക്കാറുള്ളതല്ലേ? ഓക്കെ, അപ്പൊ നമുക്കതൊന്ന് കേട്ടുപോകാം. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. കോതമംഗലം എംബിറ്റ്സ് കോളേജിലെ പോളിടെക്നിക് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ വർഷത്തെ ഫസ്റ്റ് ഡേ ആണ്. ജെൻസീസ് 2K23. ഒരുപാട് കുഞ്ഞു മക്കളെ ഞാനിവിടെ കണ്ടു. ഒരുപാട് നല്ല നാളെ വാർത്തെടുക്കാൻ കഴിവുള്ള കരുത്തുറ്റ കുട്ടികളാണ് നിങ്ങളെല്ലാവരും. വളരെ നല്ലൊരു നിലയിലേക്ക് നിങ്ങളെല്ലാവരും എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. 2023 ആരംഭിച്ച എംബിറ്റ്സ് പോളിടെക്നിക് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകളിലാണ് പ്രവേശനം നൽകുന്നത്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് പാഠ്യേതര രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ എംബിറ്റ്സ് പോളിടെക്നിക് കോളേജിന് സാധിച്ചിട്ടുണ്ട്. ചടങ്ങിൽ മാർത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് മാത്യു തച്ചേത്തുകുടി, കോളേജ് സെക്രട്ടറി ബിനോയ് തോമസ് മണ്ണഞ്ചേരി, ട്രഷറർ ബിനു കോമേൽ, ഡയറക്ടർ ഡോക്ടർ ഷാജൻ കുര്യാക്കോസ്, എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് ജോർജ്, കോളേജ് ഗവേണിംഗ് ബോർഡ് അംഗം കെ വർക്കി, പ്രൊഫസർ ബോസ് ജോസഫ് എന്നിവർ സംസാരിച്ചു. ഇൻഡക്ഷൻ പ്രോഗ്രാമിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് വിവിധ വിഷയങ്ങളിൽ പരിശീലനവും വ്യക്തിത്വ വികസന ക്ലാസുകളുമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പോളിടെക്നിക് പ്രിൻസിപ്പൽ പ്രൊഫസർ പോൾസൺ പീറ്റർ സ്വാഗതവും പ്രൊഫസർ രാഹുൽ എം നായർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പന്നിമറ്റം അസിസി ഹോളി സ്പിരിറ്റ് കോൺവെന്റിൽ കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടു. മോചന വാർത്ത അറിഞ്ഞതിനെ തുടർന്ന് കേരള കോൺഗ്രസ് നേതാക്കൾ കേക്കുമായി കോൺവെന്റിൽ എത്തുകയായിരുന്നു. തുടർന്ന് സിസ്റ്റർ പ്രീതിയുടെ നഴ്സിംഗ് പഠനകാല അധ്യാപികയും സിസ്റ്റർ വന്ദനയുടെ സഹപ്രവർത്തകയുമായിരുന്ന കോൺവെന്റ് മദർ സിസ്റ്റർ സീന മേരി കേക്ക് മുറിച്ചു. ഛത്തീസ്ഗഡിൽ സിസ്റ്റർ വന്ദനയും സിസ്റ്റർ പ്രീതിയും ജയിൽ മോചിതരായ വാർത്തയിൽ പന്നിമറ്റം അസിസി ഹോളി സ്പിരിറ്റ് കോൺവെന്റിൽ ആഹ്ലാദ കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവച്ചു. മോചന വാർത്ത അറിഞ്ഞതിനെ തുടർന്ന് കോൺവെന്റിലെത്തിയ കേരള കോൺഗ്രസ് നേതാക്കൾ കൊണ്ടുവന്ന കേക്കാണ് സിസ്റ്റർ പ്രീതിയുടെ നഴ്സിംഗ് പഠനകാല അധ്യാപികയും സിസ്റ്റർ വന്ദനയുടെ സഹപ്രവർത്തകയുമായിരുന്ന കോൺവെന്റ് മദർ സിസ്റ്റർ സീന മേരി മുറിച്ചത്. കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി എം മോനിച്ചൻ, നിയോജക മണ്ഡലം പ്രസിഡന്റ് ബ്ലൈസ് ജി വാഴയിൽ, വെള്ളിയാമറ്റം മണ്ഡലം പ്രസിഡന്റ് റെജി ഓടയ്ക്കൽ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി ജോസുകുട്ടി, മാർട്ടിൻ മാത്യു, ജോൺസ് ജോർജ് കുന്നപ്പള്ളി, ഷാജി അറയ്ക്കൽ, പ്രദീപ് ആക്കപ്പറമ്പിൽ, ജസ്റ്റിൻ ചെമ്പകത്തിനാൽ, ജോർജ് ജെയിംസ്, ജെൻസ് നിരപ്പേൽ എന്നിവരാണ് കേക്കുമായി എത്തിയത്. ലൂണ റബേഴ്സ് മാനേജിംഗ് ഡയറക്ടറും യുവ ബിസിനസ് സംരംഭകനുമായ ജൂബി ഐസക് ലഡു മധുരവുമായി എത്തി സന്തോഷത്തിൽ പങ്കുചേർന്നു. കഴിഞ്ഞ 9 ദിവസം ജയിലിൽ കഴിഞ്ഞ സഹപ്രവർത്തകരുടെ മോചനത്തിനായി ഉപവാസ പ്രാർത്ഥന നയിച്ചവരാണ് മഠത്തിലെ സന്യസ്തർ. പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ സിസ്റ്റർ സിറിൽ, സിസ്റ്റർ ലിൻസി, സിസ്റ്റർ റോഷ്നി, സിസ്റ്റർ ലിൻസ് എന്നിവർക്കൊപ്പം പന്നിമറ്റം മരീൻ ആശുപത്രി ഡോക്ടേഴ്സായ ഡോക്ടർ റൂബൻ, ഡോക്ടർ മേഘ ജോർജ് എന്നിവരും ഉണ്ടായിരുന്നു. ഏത് മേഖലയിലും കടന്നു ചെല്ലുന്ന ഈ രണ്ട് സിസ്റ്റർമാരുടെയും അവരുടെ സഭയുടെയും അവരുടെ കോൺവെന്റുകളുടെയും ഒക്കെ ഒരു സംരക്ഷണം ഈ രാജ്യത്തിന്റെ സംരക്ഷണമായിട്ട് മാറണം. മതേതരത്വത്തിന്റെ വിജയമായി ഈ വിധി അല്ലെങ്കിൽ ഇന്നത്തെ ഈ ജാമ്യം അനുവദിക്കല് നമ്മളെല്ലാം കാണുകയാണ്. ഈ രാജ്യം ഒറ്റക്കെട്ടായി പോരാടുകയാണ്. ഞങ്ങളുടെ പാർട്ടി നമ്മുടെ PJ ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ ഈ ഒരു കാര്യത്തിൽ വളരെ ശക്തമായ പ്രതിഷേധ ജ്വാല ഉയർത്തിക്കൊണ്ട് പോരാട്ടം നടത്തി. ആ ഒരു സന്തോഷത്തിൽ ഇന്നത്തെ ഈ ഒരു വലിയ മതേതരത്വത്തിന്റെ വിജയത്തിന്റെ സന്തോഷത്തിൽ നമ്മളും പങ്കാളികളാവുകയാണ്. യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പോലും സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ അടിസ്ഥാന ഭരണഘടന നമുക്ക്
നൽകിയിരിക്കുന്ന അവകാശം പോലും ലംഘിക്കുന്ന രീതിയിൽ എടുത്തിരിക്കുന്ന ആ കേസ് പരിപൂർണമായി പിൻവലിക്കണം. ജാമ്യം കിട്ടുന്നത് നല്ല കാര്യം. ഇപ്പം അതിനകത്ത് ഒരു നിയമപരമായിട്ട് ജാമ്യം കിട്ടിയെന്നുള്ളത് വളരെയേറെ ആശ്വാസം നൽകുന്നതാണ്. പക്ഷെ ആ കേസ് പിൻവലിക്കണം എന്നാണ് ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത്. ഈ ഇന്ത്യ രാജ്യം ഇനി ഞങ്ങളുടെ കൂടെ സ്വന്തമാണ്. ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ ഞങ്ങളിവിടെ ജനിച്ചു വളർന്നവരാണ്. കേസ് അവർക്ക് റിലീസ് മാത്രം പോരാ, കേസ് പരിപൂർണമായിട്ടും പിൻവലിക്കണം. ഇനി ഒരു ക്രൈസ്തവനെതിരെയും ഒരു സന്യാസിനിക്ക് സന്യാസമർത്തിനെതിരെയും ഇതുപോലെ ഒരു സംഭവം ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ല. ഈ ചെയ്തു തന്ന എല്ലാത്തിനും പ്രാർത്ഥിച്ചവർക്കും ഞങ്ങളെ സഹായിച്ചവർക്കും ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നവർക്കും എല്ലാവർക്കും നന്ദി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഖദർ ഉപേക്ഷിച്ചാൽ ഭാവിയിൽ ഗാന്ധിയെയും ഉപേക്ഷിക്കുമെന്ന് മുൻ മന്ത്രിയും ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന ചെയർമാനുമായ VC കബീർ മാഷ് പറഞ്ഞു. ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന തലത്തിൽ ലഹരിക്കെതിരെ നടത്തുന്ന സിഗ്നേച്ചർ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കനത്ത മഴ തുടർച്ചയായി പെയ്യുന്നത് ജനങ്ങളിൽ ആശങ്ക ഉയർത്തുന്നു. ഞായറാഴ്ച തൊടുപുഴ മേഖലയിൽ ഇതുവരെ പെയ്തതിൽ ഏറ്റവും ശക്തമായ മഴയായിരുന്നു പെയ്തത്. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുതിർന്ന സ്വാതന്ത്ര്യ സമര സേനാനി മണിമല ഔസേഫ് ജോർജിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ച് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മാത്തമാറ്റിക്സ് ലാബിന്റെ ഉദ്ഘാടനം നടത്തി. ആന്റണി ജോൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സ്വാമി നിഖിലാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഭാഗവത മഹാത്മ്യ പാരായണത്തിന്റെ വേദിയിൽ DYSP PK സാബു പ്രഭാഷണം നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.